അലർജി കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? തുമ്മി 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 മടുത്തിട്ടുണ്ടോ? നിങ്ങളെ മൂക്കൊലിച്ച് ഒലിച്ച് എന്നും നിങ്ങൾ കർച്ചീഫുമായി കുപാലമായിട്ടാണ് സഞ്ചാരങ്ങളുടെ അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വികലമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഈ ഒരു ജീവിതത്തിന്റെ അലർജി അടങ്ങിയ ഈ ഒരു ജീവിതത്തിൽ നിന്ന് ഒരു മുക്തി നേടണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ ഡോക്ടർ യൂനുസ് കൊടശ്ശേരി, റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്റർ, പാണ്ടിക്കാട്, കൊടശ്ശേരി, മലപ്പുറം ജില്ല. അലർജി ചെറിയ രൂപത്തിലാണെങ്കിൽ അത് ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ആസ്മയിലേക്ക് മാറണം. രണ്ടാമതായിട്ട് സൈനസൈറ്റിസ് എന്ന സൈനസുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന, ഇടക്കിടക്ക് തലവേദന നീർക്കെട്ടും ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോകാം. അതേപോലെ കുട്ടികളിലാണെങ്കിൽ കുട്ടികൾ കൂർക്കം വലി, വായ തുറന്നുള്ള ഉറക്കം, ഈ സ്ഥിരമായിട്ടുള്ള മൂക്കടപ്പ് എന്നീ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന അഡിനോയിഡിന്റെ ബുദ്ധിമുട്ടിലേക്കോ, ടോൺസിലൈറ്റിസ് എന്ന അവസ്ഥയിലേക്കോ, അല്ലെങ്കിൽ നാസൽ പോളിപ്പ് എന്ന അവസ്ഥയിലേക്കോ, അല്ലെങ്കിൽ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന ഉണ്ടായിട്ട് പൊട്ടിയൊലിച്ച് ചെവിയിൽ നിന്ന് ഒലിക്കുന്ന അവസ്ഥയായിട്ടുള്ള ഒട്ടേറ്റിസ് മീഡിയ എന്ന അവസ്ഥയിലേക്കോ, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥകളിലേക്കോ ഈ ഒരു അലർജിയുടെ ട്രീറ്റ്മെന്റ് കൃത്യമായി ചെന്നിട്ടില്ലെങ്കിൽ എത്തപ്പെടണം. ഇത് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം എന്നുള്ളത് വളരെ വലുത് തന്നെയാണ്. ഇത്തരം അവസ്ഥയിലാണ് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചു വരുന്നത്. ലോകത്തിലെ തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മികച്ച രണ്ടാമത്തെ ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. ഓരോ രോഗിയുടെയും ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ട് ഫിസിക്കൽ, മെന്റൽ, എമോഷണൽ തലങ്ങളെ സമഗ്രമായി അപഗ്രഥിച്ച് ചികിത്സിക്കുന്ന ഒരു പ്രത്യേകത കൂടി ഹോമിയോപ്പതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ രോഗിയും പ്രത്യേകം പ്രത്യേകം പരിഗണിച്ചാണ് ആ രോഗിക്കുള്ള മെഡിസിൻസും ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളും നിശ്ചയിക്കപ്പെടുന്നത്.